നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഭാവി കേരളത്തിന് 2025 ഫെബ്രുവരി 27 നിർണായകമാണ്. അന്നാണ് കൊല്ലം പരപ്പ് എന്ന വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള തീരക്കടലിലെ വെള്ളമണൽ ശേഖരം ആര് ഖനനം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ദിവസം. 18 ആരംഭിച്ച് ലേലപ്രക്രിയ 27 പൂർത്തീകരിക്കും. എല്ലാം ഡിജിറ്റലാണ്. സാധനം ആർക്ക് പോയെന്ന് മാത്രമല്ല, ആരൊക്കെ ലേലത്തിൽ പങ്കെടുത്തു എന്ന് പോലും 27 കഴിഞ്ഞ് അറിയും. സ്വാഭാവികമായും അദാനി ഗ്രൂപ്പിന് തന്നെയാവും കടൽ മണൽ ഖനനം ലേലം പോകുക എന്നാണ് ഇതേവരെയുള്ള സൂചന. ലേല നടപടിക്രമങ്ങളും ബന്ധപ്പെട്ട ഖനന നിയമങ്ങളുടെ ഭേദഗതിയുമെല്ലാം ടൈലർ മെയ്ഡാണ്. അദാനിയുടെ അളവിനൊപ്പിച്ച് തയ്പ്പിച്ച കുപ്പായം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് 2023 ആഗസ്റ്റിൽ തീരദേശ ഖനന നിയമം ഭേദഗതി ചെയ്യുന്നത്. മണിപ്പൂർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റ് ബഹിഷ്കരിച്ച ബഹളത്തിനിടയിൽ ചർച്ച കൂടാതെ, അതും അതുവരെ ഈ മേഖലയിൽ സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, ഖനനം കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ അധികാരവുമാക്കി. സംസ്ഥാനത്തിന് നോ റോൾ. ഈ ഭേദഗതിക്ക് മുമ്പ് 2022 ഏപ്രിലിൽ ഒറീസയിലെ ഭുവനേശ്വർ ആസ്ഥാനമാക്കി പുരി നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് എന്ന പേരിലും ആന്ധ്രയിലെ വിശാഖപട്ടണം കേന്ദ്രമാക്കി അലൂവിയൽ ഹെവി മിനറൽസ് ലിമിറ്റഡ് എന്ന പേരിലും 2 കമ്പനികൾ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടും അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനങ്ങളാണ്. രണ്ടിൻ്റെയും ഡയറക്ടർമാർ ഒരേ ആളുകൾ. 2 കമ്പനികളും പ്രവർത്തിക്കുന്നത് ഖനലോഹ ധാതു മണൽ വ്യവസായത്തിൽ. 2022 ജൂണിൽ കേന്ദ്ര സർക്കാർ ബ്ലൂ ഇക്കണോമി എന്നൊരു പോളിസി രൂപീകരിച്ചതിൻ്റെ തുടർച്ചയാണിത്. കടലുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ പരമാവധി ഊറ്റുക എന്നതാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യം. രാജ്യത്തിൻ്റെ 7517 കിലോമീറ്റർ കടൽത്തീരത്തും മറ്റ് ദ്വീപുകളിലും വ്യത്യസ്തമായ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെന്ന കണക്കിലാണ് ഇത്. ഇതങ്ങ് ഊറ്റിയെടുത്താൽ രാജ്യത്തിൻ്റെ GDP പിടിച്ചാൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. കടലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ 94 മുതൽ ലോകമാകെ ഉന്നയിക്കപ്പെടുന്നതാണ് ഈ ബ്ലൂ ഇക്കണോമി വിഷയം. കടൽ ചൂഷണത്തിൻ്റെ പ്രത്യാഘാതങ്ങളും മറ്റും മനുഷ്യരാശിക്ക് വരുത്തുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചർച്ച വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് വേറൊരു വിഷയം. ഇവിടെ പറയുന്നത് കൊല്ലം പരപ്പിലെ വെള്ളമണൽ ഖനനത്തിലെ അദാനി താൽപ്പര്യം മാത്രമാണ്. ബ്ലൂ ഇക്കണോമി പോളിസി മോദി സർക്കാർ ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് തൻ്റെ 2 കമ്പനികളും ഒറീസയിലും ആന്ധ്രയിലും രജിസ്റ്റർ ചെയ്യുന്നത്. 2022 അതിന് പിന്നാലെയാണ് 23 ഓഗസ്റ്റിൽ തീരക്കടൽ നിയമം ഭേദഗതി ചെയ്യുന്നത്. ഖനലോഹങ്ങളും ധാതുക്കളുമാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനികളായ ഈ 2 കമ്പനികളും കൈകാര്യം ചെയ്യുന്നത്. 2നും ഒരേ ഡയറക്ടർമാർ. മാത്രമല്ല, 2ഉം പ്രവർത്തനം തുടങ്ങിയിട്ടുമില്ല. 27 മണൽ ലേലം പൂർത്തീകരിക്കുമ്പോഴാണ് കഥയറിയുക. 2ഉം അദാനിയുടെ ഈ 2 കമ്പനികളുടെ പേരിലായിരിക്കും. അതായത് 3300 ചതുരശ്ര കിലോമീറ്റർ തീരക്കടലും അതിൻ്റെ അനുബന്ധ വിസ്തൃതികളും ഗൗതം അദാനിയുടെ കയ്യിലിരിക്കും. വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശം അദാനിയുടെ നിയന്ത്രണത്തിലേക്ക് പോകും. പൊന്നാനി വരെ ഈ വെള്ളമണൽ ശേഖരം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അനധിവിദൂര ഭാവിയിൽ ഖനനം ഈ മേഖലകളിലേക്കും വ്യാപിക്കും. ഒരു വലിയ കടൽ സാമ്രാജ്യമാണ് പ്രധാനമന്ത്രി മോദിയുടെ ഫ്രണ്ട് ഈ കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. അവിടെയെല്ലാം അദാനി ഒരു കലക്കങ്ങ് കലക്കും. കടൽ കലക്കി മണൽ വാരും. അദാനി അങ്ങനെയാണ്. രാജ്യത്തെ 9 വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ കയ്യിലാണ്. 33% എയർ കാർഗോയും അവർ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ മറ്റ് പല മേഖലകളിലും അദാനി കുത്തകയായി വളരുകയാണ്. കൈവച്ച മേഖലകളിൽ മുഴുവൻ അദാനി അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ കേരള തീരം കൊള്ളയടിക്കുന്ന ഈ നീക്കത്തെ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് കാണുന്നത്?
നിസ്സംശയം പറയാം, വളരെ ഉദാസീനതയോടെ. 3 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം മാത്രമായാണ് ഈ വിഷയം കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മീൻ കിട്ടാതെ അവരുടെ ജീവിതം വഴിമുട്ടുമെന്നാണ് പറയുന്നത്. അതിനെന്താ, പുനരധിവാസം പോരെ എന്നാണ് മറുചോദ്യം. പക്ഷേ അതിനുമപ്പുറം കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ കടൽ മണൽ കൊള്ള സൃഷ്ടിക്കുമെന്ന സാമാന്യ ബോധം മലയാളിയോട് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വരങ്ങളൊന്നും ഇത് ഏറ്റെടുക്കുന്നേയില്ല. ഈ ഘട്ടത്തിലും മലയാളിയുടെ ചർച്ച നിസ്സാര കാര്യങ്ങളിലാണ്. ഇപ്പോഴത്തെ ശശി തരൂർ വിവാദം പോലെയുള്ള കാര്യങ്ങളിൽ. മത്സ്യത്തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനുകൾ മാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിന് സജീവമായി രംഗത്ത് നിൽക്കുന്നത്. ലേലം ഉറപ്പിക്കുന്ന 27-ന് മത്സ്യത്തൊഴിലാളി സംയുക്ത സമരസമിതി കേരള ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ മണൽ ഖനനത്തെ സാങ്കേതികമായി എതിർക്കുന്നുണ്ട്. അത് വിഷയത്തിന് പാരിസ്ഥിതിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെയോ വിഭവ കൊള്ളയുടെയോ പേരിലല്ല, മറിച്ച് കേന്ദ്രം സംസ്ഥാനത്തെ മറികടന്ന് മണൽ വാരുന്നതിലെ അനുചിതത്വം, അതാണ് അവരുടെ വിഷയം. പക്ഷേ ഒരുപക്ഷെ നിയമസഭ സംയുക്തമായി ഒരു പ്രമേയം പാസാക്കിയേക്കാം. അതൊരു സാങ്കേതിക നടപടി മാത്രമാണ്. പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വരും ദിവസങ്ങളിലാണ് ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എങ്ങനെയൊക്കെ വികസിക്കും എന്ന് നമുക്ക് കാണാനാവുക. മത്സ്യത്തൊഴിലാളികളുടെ സമരം, അവരുടെ ചെറുത്തുനിൽപ്പ് കേവലം ദുർബലമായി ഒറ്റപ്പെട്ടു പോകുമോ, അതോ ഒന്നാകെ കേരളം തങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഈ പ്രശ്നം ഏറ്റെടുക്കുമോ? നമുക്ക് നോക്കിയിരിക്കാം, കാത്തിരിക്കാം. അത്തരം വിശദാംശങ്ങളും വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.